അവിടെ പോയെങ്കിലേ അവളെയും കണ്ടു കാണുമല്ലോ. കുഞ്ഞു പോയിട്ട് നിലവിളിക്കുന്നവളെ. അത് നമ്മളെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവളുടെ കുഞ്ഞൊന്നും പോയിട്ടില്ല. പോയിട്ടില്ലേ? എന്നിട്ട് മുത്തശ്ശി ഇടയ്ക്ക് വിളിച്ചപ്പോ പോയി എന്നാണല്ലോ പറഞ്ഞത്. വിഷം ഉള്ളിച്ചെന്നിട്ടാ അവള് തോമസ് സാറിന്റെ അടുത്തെത്തിയത്. അദ്ദേഹത്തിന്റെ കാര്യം അറിയാലോ, എല്ലാ വിഷത്തിനും അദ്ദേഹത്തിന്റെ മറുമരുന്നുണ്ട്. അതിന്റെ ബലത്തിൽ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ആ ലേഖയ്ക്കും അനന്തുവിനൊപ്പം ഡിസ്ചാർജ് ആയി പോവുമായിരുന്നു. അത് വലിയ ഷോക്കായി പോയല്ലോ കണ്ണേട്ടാ. അത് നിനക്ക്, എനിക്കെന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാടി. കണ്ണ, അവളിനി കള്ളം പറഞ്ഞതായിരിക്കോ? അവളാ കരുണയുടെ അച്ഛനോടും മുത്തശ്ശിയോടും കുഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനി കള്ളമാണോ നേരാണോ എന്നറിയാൻ കരുണയുടെ മുത്തശ്ശി തോമസ് സാറിനോട് പോയി കാര്യം തിരക്കി. അദ്ദേഹം ശരിവെച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അത് എന്നോട് ആവർത്തിക്കുകയും ചെയ്തു. എന്നാലും എന്റെ കണ്ണ, അവള് നിന്നെ വഞ്ചിച്ചതുകൊണ്ടേ തോമസ് സാറിന് അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങേര് അവളുടെ കുഞ്ഞിനെ രക്ഷിച്ചത്? അമ്മേ, തോമസ് സാറിന്റെ അടുത്ത് ഒരാൾ സഹായം തേടി ചെന്നാല് അദ്ദേഹത്തിന് എത്ര ശത്രുതയുണ്ടെങ്കിലും അദ്ദേഹം കൈവിടില്ല. പ്രത്യേകിച്ച് ജനിക്കാത്തൊരു കുഞ്ഞിനെ അദ്ദേഹം ഒരു കാരണവശാലും കൊല്ലില്ല. എങ്ങനെയെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കാനേ ശ്രമിക്കൂ. ഇവിടെ അതാണ് സംഭവിച്ചത്. അവളുടെ കുഞ്ഞു പോയെന്ന് കരുതി ഞങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കായിരുന്നു. അതെത്ര പെട്ടെന്ന് ഇല്ലതായത്. എടാ, അവളെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു അവളുടെ കുഞ്ഞും. കൊല്ലാൻ ശ്രമിച്ചാലും ചാകത്തില്ല. അവളൊരു പിശാചാ. അപ്പോഴേ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് അതിനേക്കാളും വലിയ അസുരജന്മമായിരിക്കും. എന്തായാലും ഈ വാർത്ത എന്നെ തളർത്തിക്കളഞ്ഞു. അവിടേക്ക് പോയത് കരുണയുടെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രമല്ല, അവളുടെ കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവളുടെയും അവളുടെ കൂട്ടുകാരിയുടെ സന്തോഷം കാണേണ്ടി വന്നത്. അവന് നന്നായിട്ട് വേദനിച്ചെന്നാ മോളെ തോന്നുന്നത്. എന്നാലും എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷമൊക്കെ അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ രക്ഷപ്പെട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ചവളാ എന്റെ കുഞ്ഞു മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. വേറൊരുത്തിയാണെങ്കിലോ 2 പ്രസവിച്ച അമ്മയാ. അവർക്കും ജനിക്കാത്ത കുഞ്ഞ് അലസിപ്പോയെന്ന് കേൾക്കാനാ താല്പര്യം. ഇതൊക്കെ ഏത് യുഗത്തിലെ സന്തതികളാണോ എന്തോ. ഏട്ടാ, ഇപ്പോ ഇരു പാദങ്ങളും ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ എഴുന്നേക്കാൻ പറ്റുമോ നോക്കി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഏട്ടാ, കേട്ടത് സത്യമാണോ? അവളുടെ കുഞ്ഞു പോയില്ലെന്ന് കരുണ പറഞ്ഞല്ലോ. ആ, അതെ. തോമസ് സാറിന്റെ മരുന്ന് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തി. അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ. മാരകമായിട്ടുള്ള വിഷമൊന്നുമല്ല അവളുടെ ഉള്ളിലേക്ക് ചെന്നത്. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് മാരകമാണെന്നാണ് കരുണയുടെ അച്ഛൻ പറഞ്ഞത്. ആഞ്ജനേയ സ്വാമി മൃതസഞ്ജീവനി കൊണ്ടുവന്നതുപോലെ ചില ഔഷധക്കൂട്ടുകൾ തോമസ് സാറിന്റെ പക്കലുണ്ട്. അതുകൊണ്ടാ നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും നടക്കാതെ പോയത്. കണ്ണേട്ടന് നടക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബുദ്ധിക്കിപ്പോഴും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പഠിക്കുന്ന കാലത്ത് പോലും എന്നെക്കാളും മേഘേണേക്കാളും ഒരുപാട് മുന്നിലായിരുന്നു കണ്ണേട്ടൻ. ക്ലാസ്സില് കണ്ണേട്ടന്റെ മുകളിൽ അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കണ്ണേട്ടന് എന്തെങ്കിലും ബുദ്ധി കണ്ടുപിടിച്ചൂടെ ആ കുഞ്ഞിനെ കളയാൻ?